ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർഷം 2007. അന്ന് മോളിവുഡിലെ ഒരുപാട് പീക്ക് കൊമേഴ്ഷ്യൽ എൻ്റർടൈനേഴ്സ് റിലീസായ വർഷമാണ്. ആ വർഷം ലാലേട്ടൻ്റെ ഒന്നല്ല രണ്ട് സിനിമകളുണ്ടായിരുന്നു. ചോട്ടാ മുംബൈ, ഹലോ. അതുപോലെ ദിലീപിൻ്റെ വിനോദയാത്രയുണ്ട്, പൃഥ്വിരാജിൻ്റെ ചോക്ലേറ്റ് ഉണ്ട്. ഇതിനെ എല്ലാത്തിനെയും തൂക്കിയടിച്ച് ആ വർഷം ഇയർ ടോപ്പർ ആയത് മമ്മൂക്കയുടെ മായാവി. അത് മറക്കരുത്, മറന്നു പോകരുത്. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോട്ടാ മുംബൈ റീ റിലീസായി. ഇപ്പോൾ ചോട്ടാ മുംബൈനെ കൊണ്ടുപോയി അന്നത്തെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ച രാജമാണിക്യത്തിൻ്റെ മേലെ കൊണ്ട് വയ്ക്കാനായിട്ട് ഒരുപാട് പേര് നോക്കുന്നുണ്ട്. അത് വളരെ ബോറാണ്, മണ്ടത്തരമാണ്. വിവരമുള്ള ലാലേട്ടൻ ഫാൻസിന് എല്ലാവർക്കും അത് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. റീ റിലീസ് ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ചോട്ടാ മുംബൈ ഇറങ്ങിയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ലാലേട്ടൻ ഫാൻസും മമ്മൂക്ക ഫാൻസും കൂടി ഭയങ്കര ഫാൻ ബൈറ്റാണ് ഈ റീ റിലീസുമായിട്ട് സംബന്ധിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഫാൻ ബാറിൽ ലാലേട്ടൻ ഫാൻസ് മമ്മൂക്ക ഫാൻസിനെ കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ അന്ന് സൂപ്പർ ഹിറ്റായ സിനിമകൾ ഇന്ന് റീ റിലീസ് ചെയ്ത് വീണ്ടും സൂപ്പർ ഹിറ്റാക്കി. എന്തിന്, അന്ന് തിയേറ്ററിൽ ഓടാത്ത ദേവദൂതൻ പോലും ഇന്ന് റീ റിലീസിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് അടിച്ചൊരു സിനിമയാണ്. അത് പറയുമ്പോൾ ഇപ്പോഴും രോമാഞ്ചമുണ്ട്. കാര്യം തമിഴിലും തെലുങ്കിലൊക്കെ നമ്മൾ റീ റിലീസ് കാണാറുണ്ട്. അവിടുത്തെ ആളുകൾക്ക് റീ റിലീസ് ചെയ്യുന്ന സിനിമകളോട് ഭയങ്കര ക്രേസാണ്, ഒരുപാട് കളക്ഷൻ ഓടിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മോളിവുഡിൽ ഒരു ഫിലിം റീ റിലീസ് ചെയ്ത് ഇത്രമാത്രം തരംഗമുണ്ടാക്കാൻ സാധിക്കുമെന്ന്. എൻ്റെ മനസ്സിൽ അതുവരെയുള്ള ഉത്തരം ഒരു നെഗറ്റീവായിരുന്നു, സ്ഫടികം റിലീസാകുന്നതിന് മുമ്പ് വരെ. പക്ഷേ സ്ഫടികം റിലീസായപ്പോഴത്തേക്കും മനസ്സിലായി ഇവിടെ നടക്കും, ഇവിടെ നടത്താൻ ആളുണ്ട്. പക്ഷേ മമ്മൂക്കയുടെ കാര്യത്തിൽ തിരിച്ചായിരുന്നു സംഭവിച്ചത്. പുള്ളിയുടെ അന്ന് സൂപ്പർ ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററും മെഗാ ബ്ലോക്ക് ബസ്റ്ററായ സിനിമകൾ ഇപ്പം കൊണ്ടുവന്ന് അട്ടർ ഡിസാസ്റ്റേഴ്സ് ആക്കി മാറ്റി. ഇതിന് മമ്മൂക്ക ഫാൻസ് ലാലേട്ടൻ ഫാൻസിനോട് ഫ്രസ്ട്രേഷൻ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. രാജമാണിക്യം കിട്ടിയിരുന്നേ പൊളിച്ചേനെ, മായാവി കിട്ടിയ തകർക്കായിരുന്നു, ചട്ടമ്പി നാടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്, ഇങ്ങനെയുള്ള ഡയലോഗുകളാണ് പറയണത്. എന്നിട്ട് വലിയേട്ടൻ കിട്ടിയിട്ട് എന്നാ ഉണ്ടാക്കി? നമുക്കറിയാമല്ലോ സത്യാവസ്ഥ. ഞാൻ വലിയേട്ടനെ ട്രോൾ ചെയ്തല്ല, അതൊക്കെ സാഹചര്യമാണ്, അതിലേക്കൊക്കെ നമുക്ക് വരാം. പിന്നെ ഒരു റീ റിലീസ് പടം ഇപ്പം റീ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഹിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ഒത്തിണങ്ങി വരണം. അങ്ങനെ വന്നൊരു മമ്മൂട്ടി സിനിമ ഇതുവരെ റീ റിലീസ് ആയിട്ടില്ല. ഭാഗ്യം, അത് വേണം. പിന്നെ പടം റിലീസാകുന്ന ടൈം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ടൈം മുഖ്യം ബിഗിലെ ഒരു സംശയമില്ല. പിന്നെ ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കി റീ റിലീസ് ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കണം. ആ സിനിമ വീണ്ടും തിയേറ്ററിൽ പോയി കാണണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമായിരിക്കണം. ഇപ്പോൾ ലാലേട്ടൻ്റെ ചോട്ടാ മുംബൈ റിലീസായി. തലയും പിള്ളേരെയും ഫാൻസും ഫാമിലി ഓഡിയൻസും ജനറൽ ഓഡിയൻസും എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ. അത് വളരെ ഒരു അത്ഭുതം തോന്നുന്നൊരു കാഴ്ചയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്, ഭയങ്കര രോമാഞ്ചം തോന്നുന്നൊരു കാഴ്ചയും കൂടിയാണ് മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഈ സിനിമ ഇപ്പോൾ റിലീസായേക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്ന എല്ലാ ഫാക്ടേഴ്സും ഒത്തണയെ കൊണ്ടാണ്. ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കി റീ റിലീസ് ചെയ്ത ഒരു റീ റിലീസാണ് ചോട്ടാ മുംബൈ. അതുപോലെ തന്നെ ഈ സമയം നരിവേട്ടൻ എന്ന് പറഞ്ഞ സിനിമയാണ് കുറച്ച് നാൾ മുമ്പ് ഒരു ഭേദപ്പെട്ട റിവ്യൂ വന്ന സിനിമ. അതിനുമുമ്പ് പടക്കളമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഏകദേശം തിയേറ്ററിക്കൽ റൺ ഫിനിഷായ സിനിമകളാണ്. ബാക്കി വേറെ എടുത്തു പറയാൻ പറ്റുന്ന സിനിമകളൊന്നും തിയേറ്ററിലില്ല. അതുകൊണ്ട് തന്നെ ഓഡിയൻസിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഈ കഴിഞ്ഞ വീക്കെൻഡിലും ചോട്ടാ മുംബൈ മാറിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും അതങ്ങനെ തന്നെ കുറച്ച് ദിവസം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലൊരു കളക്ഷൻ ചോട്ടാ മുംബൈക്ക് കിട്ടും എന്ന് വെച്ച് റീ റിലീസിൽ ചോട്ടാ മുംബൈ വളരെ വലിയ റെക്കോർഡുകൾ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇത് എന്തിനാ പറയണല്ലേ, നിലവിലത്തെ റെക്കോർഡുകളെല്ലാം പുള്ളിയുടെ പേരിൽ തന്നെയാണ്. ആരുടെ പേരിൽ? ലാലേട്ടൻ്റെ പേരിൽ തന്നെയാണ്. നമുക്കറിയാം ദേവദൂതൻ 5 കോടിക്ക് മുകളിലാണ് കളക്ഷൻ ഇട്ടേക്കുന്നത്. മണിച്ചിത്രത്താഴ്, സ്ഫടികം, ഈ 2 സിനിമകൾ ഏകദേശം 4.5 കോടി സംതിങ് ആണ് കളക്ഷൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി ആര് വന്ന് ബ്രേക്ക് ചെയ്യാനാണ്? ഫസ്റ്റ് ഡേ തൊട്ട് ഫൈനൽ വരെ എല്ലാ റെക്കോർഡുകളും റീ റിലീസിൽ പുള്ളിയുടെ പേര് തന്നെയാണ്. പക്ഷെ മമ്മൂക്കയുടെ കാര്യത്തിൽ റീ റിലീസ് ചെയ്ത 4 പടങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒത്തിണങ്ങി വരാത്ത സിനിമകളായിരുന്നു. അതിൽ ആവനാഴി, പാലേരി മാണിക്യം, ഈ 2 സിനിമകൾ ഫാൻസ് പോലും റീ റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കാത്ത സിനിമകളാണ്. ഇതൊക്കെ എന്തിനുകൊണ്ട് ഇറക്കിയെന്ന് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടുത്തമില്ല. ആരുടെയൊക്കെ വട്ട്, അല്ലാണ്ട് നമുക്ക് എന്ത് പറയാനാ. പിന്നെ വടക്കം വീരാതെ കുറച്ച് പേരൊക്കെ തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിച്ച പടം കുറച്ച് പേര് പോയി കണ്ടു. ഏകദേശം 1.5 കോടി എന്തോ കിട്ടി. പിന്നെ വല്യേട്ടൻ, അതൊരു അബദ്ധം റീ റിലീസായിപ്പോയി. നല്ലൊരു മാസ് പടം, പക്ഷെ ആ നല്ലൊരു മാസ് പടത്തിനെ കൈരളി ടി വിയിലിട്ട് കാണിച്ച് വെറുപ്പിച്ച് പ്രേക്ഷകരൊക്കെ ഒരു ആഴ്ചയിൽ തന്നെ 2 തവണയെങ്കിലും വലിയേട്ടൻ കാണുന്നുണ്ട്. ആ സിനിമയ്ക്ക് എന്തിനാണ് കൊണ്ടുപോയി റീ റിലീസ് ചെയ്തത്? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഫാൻസ് ലാലേട്ടൻ ഫാൻസിനോട് ഫ്രസ്ട്രേഷൻ കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല. മമ്മൂക്കയല്ല ഈ റിലീസുകളൊന്നും തീരുമാനിക്കുന്ന, ഇതിൻ്റെയൊക്കെ റൈറ്റ്സ് കയ്യിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം അവരുടെ മണ്ടത്തരമാണ്. മമ്മൂക്കയുടെ ഏതെങ്കിലും ഒരു നല്ല സിനിമ റീ റിലീസ് ചെയ്യാൻ പറ്റിയൊരു സിനിമ, അതായത് ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കി റീ റിലീസ് ചെയ്യേണ്ട സിനിമ നല്ലൊരു ടൈമിൽ കൊണ്ടുവന്ന് ചെറിയൊരു പ്രൊമോഷൻ കൊടുത്ത് റീ റിലീസ് ചെയ്യുവാണെങ്കിൽ നല്ല കളക്ഷൻ അടിക്കും. കാര്യം കൾട്ട് ഫാൻ ബേസുള്ള ഒരുപാട് സിനിമകൾ മമ്മൂക്കയ്ക്കുണ്ട്. കൗരവറുണ്ട്, ബിഗ് ബി ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ എൻ്റർടൈനേഴ്സ് ആണെങ്കിൽ നമ്മുടെ രാജമാണിക്യം, മായാവി, ചട്ടമ്പിനാട്, ഇപ്പം ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഇതൊക്കെ റീ റിലീസ് ചെയ്താൽ ചിലപ്പം ആ ഒരു മാജിക്ക് സംഭവിച്ചെന്ന് വരും. അത് ചിലപ്പോഴേ സംഭവിക്കത്തുള്ളൂ. അതൊരു മാജിക്കാണ്. ലാലേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ
ഇതൊക്കെ ഒരു മാജിക് അല്ലേ മോനെ, അത് സംഭവിക്കണം, അത് ചിലപ്പോൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നോ ഫ്രസ്ട്രേഷൻ. പിന്നെ മോഹൻലാൽ ഫാൻസ് കാണിച്ചു കൂട്ടുന്ന ഒരു പരിപാടി, ചോട്ടാ മുംബൈനെ കൊണ്ടുപോയി രാജമാണിക്യത്തിനും മേലെ വെക്കുന്നൊരു പരിപാടി, അത് നമ്മൾ സമ്മതിച്ച് തരികയില്ല. കാരണം രാജമാണിക്യം എന്ന് പറയുന്നത് മമ്മൂക്ക ഷോൾഡറിൽ ഏറ്റി ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടുപ്പിച്ചൊരു സിനിമയാണ്. അപ്പോൾ പറയും ഫൈറ്റൊക്കെ ചെയ്ത റഹ്മാൻ, ഡാൻസ് ചെയ്ത റഹ്മാൻ, ആ ഫൈറ്റും ഡാൻസൊന്നും കൊണ്ടൊന്നല്ല ആ പടം ഹിറ്റായത്, അത് മമ്മൂക്കയുടെ പെർഫോമൻസ്, പുള്ളിയുടെ വൺ മാൻ ഷോ, അഴിഞ്ഞാട്ടം. ഇപ്പോഴും ഒരു സിനിമ ഒരു നടൻ വന്ന് അഴിഞ്ഞാടിയാ പറയുന്നത് ഇത് അവൻ്റെ രാജമാണിക്കാണെന്നാണ്. ഉദാഹരണം ഫഹദ് ഫാസിലിൻ്റെ ആവേശം, ഫഹദിൻ്റെ രാജമാണിക്യം എന്ന് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഒരു നടൻ ആറാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഴിഞ്ഞാടിക്കഴിഞ്ഞാൽ ഇപ്പോഴും പറയുന്നത് രാജമാണിക്കാണെന്നാണ്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യൽ ചോട്ടാ മുംബൈ ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ട, ഒരു സംശയമില്ല. പക്ഷേ അതിനകത്ത് വന്നവരും പോയവരും എല്ലാവരും സ്കോർ ചെയ്തൊരു പടമാണ്, നല്ല പടമാണ്, കിടിലം പടമാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നോ കമ്പാരിസൺ. പിന്നെ റീ റിലീസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് മോഹൻലാൽ ഫാൻസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ദേവദൂതൻ ക്ലാസ് പടമാണ്, അതാണ് ഇന്ന് റീ റിലീസിൽ മോളിവുഡിൻ്റെ റെക്കോർഡ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ക്ലാസ് പടം ഇറക്കി വേണമെങ്കിൽ ഇത് കാണിച്ച് തന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ദേവദൂതനെ സംബന്ധിച്ച് അതൊരു ഫാൻ ബേസ് ഉള്ള പടമാണ്. ആ പടം തിയേറ്ററിൽ പോയി കാണണം, ആ മ്യൂസിക്കൊക്കെ ഒന്നുകൂടി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ ഒരു മമ്മൂക്ക ഫാനാണ്. മമ്മൂക്കയുടെ ഒരു സിനിമയും റീ റിലീസ് ചെയ്തിട്ട് പോയി കണ്ടിട്ടില്ല, പക്ഷേ ദേവദൂതൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്, അതാണ് വ്യത്യാസം. അപ്പം എന്തായാലും റീ റിലീസ് ചെയ്ത സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനി ഏതൊക്കെ സിനിമ റീ റിലീസ് ചെയ്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? അപ്പം അത് കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.